കഴിഞ്ഞ വീഡിയോയിൽ സ്പാനിങ് സെറ്റ് എന്താണെന്നും ഒരു പർട്ടിക്കുലർ എലമെൻറ്റ്സിൻ്റെ സ്പാനിങ് സെറ്റ് ഒരു സബ്സ്പേസ് ആവുന്നുള്ളതൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. കൺസിഡർ ദ സബ്സെറ്റ് S equal to 1, 0, 0, 1 of the Cartesian system plane R2 for every element x, y element of R2. നമുക്ക് എന്തെഴുതാം? ഏത് x, y element of R2 എടുത്താലും അതിനെ x into 1, 0 plus y into 0, 1 എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് R2വിലെ ഏത് എലമെൻ്റ് എടുത്താലും അതിനെ 1, 0ൻ്റെയും 0, 1ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് സ്പാൻ എസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ആരാ? കാരണം സ്പാൻ എസിലെ എല്ലാ എലമെൻറ്റ്സും R2 സബ്സെറ്റാണ്. തിരിച്ച് R2 തന്നെ ഇവിടെ എന്തായി മാറി? സ്പാൻ എസിൻ്റെ സബ്സെറ്റായി മാറി. എന്ന് വെച്ചാൽ 1, 0യും 0, 1 വെച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? R2വിലെ എല്ലാ എലമെൻറ്റ്സിനെയും സ്പാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് സ്പാൻ എസ് എന്തായി മാറും? അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈക്വൽ ടു R2 ആയി മാറും. ഓക്കെ. സിമിലർലി E1, E2, En is a spanning set of Rn. അതാണ് തൊട്ടടുത്ത എക്സാമ്പിൾ കാണിച്ചത്. E1, E2, En കൊടുത്തിട്ടുണ്ട്. E1 എന്ന് പറഞ്ഞാൽ 1, 0, 0, 0, etc. E2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എൻട്രിയിൽ 1, E3 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പൊസിഷനിൽ 1, ബാക്കിയെല്ലാ എൻട്രീസ് 0. ഓക്കെ. Ej is an n-tuple whose jth coordinate is 1 and all other coordinates are 0. അപ്പോൾ ക്ലിയർലി ആ സ്പാനിങ് സെറ്റ് എടുത്താൽ അതെന്ന് പറയുന്നത് ആരുടെ സബ്സെറ്റ് ആയിരിക്കും? Rnൻ്റെ സബ്സെറ്റ് ആയിരിക്കും. കാരണം Rnലെ എലമെൻറ്റ്സ് ആണ് ഓരോരുത്തരും. അതുകൊണ്ട് അതിന് സ്പാനിങ് എടുത്താലും Rnലെ മെമ്പറായി മാറും. ഇനി തിരിച്ച് ഏത് A1, A2, En എടുത്താലും അതിന് എങ്ങനെ എഴുതാൻ പറ്റും? നിങ്ങൾക്ക് ഈ E1 തൊട്ട് En വരെയുള്ള സ്പാൻ ആയിട്ട് എഴുതാം. എങ്ങനെ എഴുതാൻ മതി? A1 ഇൻറ്റു E1 പ്ലസ് A2 ഇൻറ്റു E2 En ഇൻറ്റു En എഴുതാം. ദാറ്റ് മീൻസ് എവറി എലമെൻറ്റ് ഓഫ് Rn ക്യാൻ ബി റിട്ടൺ ആസ് ആൻ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സ് ഇൻ S. ദാറ്റ് ഈസ് സ്പാൻ S ഈക്വൽ ടു Rn. അപ്പോൾ നമ്മൾ നേരത്തെ R2 ചെയ്തതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് Rn വരെ കാണിച്ചു മാത്രം. സിമിലർലി R3, R4 നമുക്ക് ചെയ്യാം. ഇൻ R3 വി ഹാവ് സ്പാൻ ഓഫ് 1, 0, 0 എടുക്കണം. എന്ന് വെച്ചാൽ എല്ലാ എലമെൻറ്റിനെയും ആൽഫ ഇൻറ്റു അതിൻ്റെ പ്രൊഡക്റ്റ് ഈ എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് സബ്സ്പേസ് ആണ്, എന്ന് വെച്ചാൽ 1 ഡയമെൻഷൻ ആണ്. നോക്കി അറിയാം ആൽഫ എലമെൻറ്റ് ഓഫ് R. ഇത് എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ വേറെ എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ചിത്രത്തിലുള്ള ജോമെട്രിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്, വൈ, സെഡ് ആക്സിസ് ഉണ്ടെങ്കിൽ അതിലൊരു പർട്ടിക്കുലർ ആക്സ് ആണ് ഈ കാണുന്ന എക്സ് ആയിട്ട് ആൽഫ, 0, 0 എന്ന് പറയുന്നത് ഒരു ആൽഫ എലമെൻറ്റ് ഓഫ് R. അത് ക്ലിയർലി ഒരു വെക്ടർ സ്പേസ് ആണ്. ഇനി R3യിൽ 1, 0, 0യും 0, 0, 1 വെച്ചിട്ടുള്ളതാണ് ഫോർത്ത് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എങ്ങനെ വരും? എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു 1, 0, 0 പ്ലസ് സെഡ് ഇൻറ്റു 0, 0, 1 ഫോർ എക്സ്, സെഡ് ബിലോങ്സ് ടു R ആണ്. ദറ്റ് ഈസ് എക്സ്, 0, സെഡ് ഫോർ എവരി എക്സ്, സെഡ് എലമെൻറ്റ് ഓഫ് R. എന്ന് വെച്ചാൽ എക്സാക്ട്ലി ഒരു R2വിനോട് ഐസോമോർഫിക് ആയിട്ടുള്ള സ്പേസ് ആണ്. പ്രോബ്ലം 1. റൈറ്റ് 1, 0 ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് 1, 1 ആൻഡ് -1, 2. അത് നമുക്ക് എഴുതി തന്നെ വേണം. നമുക്കൊരു എയും ബിയും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതി നോക്കിയാൽ തന്നെ എയുടെ വാല്യൂ എത്രയാണ്, ബിയുടെ വാല്യൂ എത്രയെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. നമ്മൾ ആദ്യം നോക്കുകയാണ് വി ഹാവ് ടു ഫൈൻഡ് എ റിയൽ നമ്പർ എ ആൻഡ് ബി സച്ച് ദാറ്റ് എങ്ങനെ എഴുതണം? ഈ 1, 0ൻ്റെയും -1ൻ്റെയും 2ൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ നോക്കണം. ദാറ്റ് മീൻസ് വി ക്യാൻ റൈറ്റ് എ ഇൻറ്റു 1, 1 പ്ലസ് ബി ഇൻറ്റു -1, 2 ഈക്വൽ ടു 1, 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ഇക്വേഷൻ കിട്ടും അല്ലേ? ഒന്ന് a മൈനസ് ബി ഈക്വൽ ടു 1ഉം a പ്ലസ് 2b ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഇന്ന് നമുക്ക് എന്ത് ചെയ്യണം? എയുടെയും ബിയുടെയും വാല്യൂ സോൾവ് ചെയ്യണം. ജസ്റ്റ് ആഡ് ചെയ്ത് സബ്സ്ട്രാക്റ്റിംഗ് ചെയ്ത് നമുക്ക് വാല്യൂ കിട്ടും. സോ a ഈക്വൽ ടു 2/3 എന്നും ബി ഈക്വൽ ടു -1/3 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് 1, 0 എങ്ങനെ എഴുതാം? 2/3 ഇൻറ്റു 1, 1 പ്ലസ് -1/3 ഇൻറ്റു -1, 2 എന്ന് എഴുതാൻ പറ്റി. ഓക്കെ. സിമിലർ പ്രോബ്ലംസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. ചെക്ക് വെദർ ദ വാല്യൂ വെക്ടർ 2, -5, 3 എലമെൻറ്റ് ഓഫ് R2 ക്യാൻ ബി റിട്ടൺ ആസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് 1, -3, 2, 2, -4, -1 ആൻഡ് 1, -5, 7. സോ നേരത്തെ ചെയ്തതിൽ എയും ബിയും ആണെങ്കിൽ ഇതിലൊരു എയും ബിയും സിയും ഉണ്ടാവും. സോ നമുക്കൊരു എയും ബിയും സിയും ഉള്ള ഒരു ഇക്വേഷൻ ഇതുപോലെ കിട്ടും. ദിസ് ഈസ് എ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ്. ഓക്കെ. സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യേണ്ട അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല. നമുക്കിവിടെ സിമ്പിളായിട്ടൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ. സോ ഇത് മൈനസ് ചെയ്ത പ്രകാരം എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇക്വേഷൻ 4 and 5 ഇംപ്ലൈസ് ദാറ്റ് ദ അബോവ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്. അതായത് സെയിം സമയത്ത് തന്നെ നമുക്ക് അറിയാം. സെയിം സമയത്ത് തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ള നോക്കുക 3b - equal 1/2 b - equal 1/5 എന്ന് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് സെയിം ഇക്വേഷൻ്റെ രണ്ട് ആൾക്കാരെ മൈനസ് ചെയ്യുമ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ആൻസർ വരിക. അങ്ങനെ വരാൻ പാടില്ല. ദാറ്റ് മീൻസ് ഇത് റോങ് ആണ്. ദാറ്റ് മീൻസ് ഈ സിസ്റ്റത്തിൽ എന്താണ് നമ്മൾ ഫോർത്ത് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? സോ ദി സിസ്റ്റം എന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. സോ എന്തുണ്ടാവില്ല, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ഈ പർട്ടിക്കുലർ എലമെൻറ്റിനെ
1, പർട്ടിക്കുലർ എലമെൻറ്റ് ഈ 3 എലമെൻറ്റ്സുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ ആളിനെ 2, -5 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ -5, 3 cannot be expressed as linear combination of these elements. ഓക്കെ, അടുത്ത് വരാൻ പോകുന്നത് ലീനിയർ ഇൻഡിപെൻഡൻസ് ആൻഡ് ഡിപ്പെൻഡൻസ്. സോ വാക്ക് തന്നെയുണ്ട് ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുക. നമ്മളെന്താ ഇൻഡിപെൻഡൻ്റ് ആയി ഒരാൾ നിൽക്കുക കാരണം എന്താ ഉദ്ദേശിക്കണേ, ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആരുടെയും നമുക്ക് സഹായം ആവശ്യമില്ലാത്ത പോലെ നിൽക്കുന്ന ഒരാൾ. ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ആരെങ്കിലും നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം, ആരെങ്കിലും ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സെറ്റപ്പാണ് നമ്മുടെ സാധാരണ ഒരു ഇംഗ്ലീഷ് മീനിങ് പ്രകാരം. അതേ ഒരു ഐഡിയ തന്നെയാണ് മാത്തമാറ്റിക്കലി മാറ്റുന്നത്, ലീനിയർ ഇൻഡിപെൻഡൻസ് ആൻഡ് ലീനിയർ ഡിപ്പെൻഡൻസ്. So let S be a non-empty subset of vector space V over a field F. Then S is said to be linearly independent or simply independent if and only if the way that say linear combination of elements of S is in the trivial way. എന്ന് വെച്ചാൽ അർത്ഥം ഉദ്ദേശിക്കുന്നതാണ്, നമ്മൾ ലീനിയർ കോമ്പിനേഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ലീനിയർ കോമ്പിനേഷൻ. α1 u1 + α2 u2 + extra αn un = 0 വെക്ടർ ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് ഈ u1 തൊട്ട് un വരെയുള്ള ആൾക്കാരെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കാലേഴ്സ് α1 തൊട്ട് αn വരെയുള്ള ആൾക്കാർ =0 വന്നേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആലോചിക്കുക, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ പറയും താഴെ, ഇതിൽ ഞാൻ മുന്നോട്ട് പറയുന്നു. ഏതെങ്കിലും ഡിപ്പെൻഡ് ആണെങ്കിൽ എന്താ ഉണ്ടാവുക, α1 u1 + α2 u2 + αn un = 0v ആയിരിക്കും. പക്ഷേ ഈ ആൽഫകൾ എല്ലാ ആൽഫകളും എന്താവണമെന്നില്ല, ആൽഫ ഐകളും 0 ആവണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ എടുത്തിട്ട് =0 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോയിഫിഷ്യൻസ് 0 ആയി വന്നേ പറ്റുള്ളൂ. എക്സാമ്പിളുകളായിട്ട് നോക്കാം. 1, 0, 0, 1 എന്ന് പറഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം α1 1, 0, α2 0, 1 എടുത്തു കഴിഞ്ഞാൽ 0 ആയി വരണമെങ്കിൽ എന്താവണം, α1 0 ആവണം, α2 0 ആയി വരണം പറ്റുള്ളൂ. സിമിലർലി e1, e2, extra en എന്ന് പറയുന്നതും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നേരത്തെയുള്ള എക്സാമ്പിളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ പറഞ്ഞു 1, 0യും 0, 1ഉം ലീനിയർലി സ്പാനിങ് സെറ്റാണ് R2. ഇവിടെ പറഞ്ഞു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി നമ്മൾ രണ്ടും ചേർത്ത പേര് വേറെ വിളിക്കും, ലീനിയർലി ഇൻഡിപെൻഡൻറ്റും സ്പാനിങ്ങും ആയാലും വിളിക്കുന്ന പേരാണ് ബേസിസ് എന്ന് പറയാൻ പോകുന്നത് നമ്മൾ. സോ അടുത്തതിൽ എക്സാമ്പിളായിട്ട് ഇയാൾ തന്നെ വരും. ഓക്കെ, സിമിലർലി S = e1, e2, extra en എന്ന് പറയുന്നത് എന്താണ്, നേരത്തെ ചെയ്ത അതേ ടെക്നിക്ക് പ്രകാരം R2-ൽ നിന്നും Rn-ലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണു. അപ്പോൾ അവിടെ എന്ത് കിട്ടാൻ പോകുന്നത്, e1, e2, extra en ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. നോൺ സീറോ വെക്ടർ, പർട്ടിക്കുലർ വെക്ടർ എടുക്കണം, സിംഗിൾ വെക്ടർ എടുക്കണം. സിംഗിൾ വെക്ടർ എടുത്താൽ എപ്പോഴും എന്തായിരിക്കും, ലീനിയർലി സിംഗിൾ നോൺ സീറോ വെക്ടർ എപ്പോഴും എന്തായിരിക്കും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. കാരണം അതിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ എന്താ ഉള്ളത്, 0 ആയിപ്പോളൂ. Let V be a non-zero vector of vector space V. This can be linear elements, product properties of vector space. Alpha V = 0, 0v implies alpha = 0f. Singleton V എന്ന് പറഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ V എന്താകുമ്പോൾ 0 അല്ലാതിരിക്കാൻ കേസിൽ. ഓക്കെ, സോ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ഇനി പറയാൻ പോവാണ്. Let S be a non-empty subset of vector space V over a field F. Then S is said to be linearly dependent if it is not linearly independent. അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലാത്ത സെറ്റിന് വിളിക്കുന്ന പേരാണെന്ത്, ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അത് ഏത് സെറ്റപ്പിലാണ് വരണമെന്ന് പറയുന്നു. ഇക്വാലൻ്റ്ലി S is linearly independent if there exists a distinct vectors u1, u2, extra un element of S such that the scalars α1, α2, α2, extra alpha element of F not all which are എങ്ങനെയാണ് അതിൻ്റെ സമ്മ എടുത്ത് ലീനിയർ കോമ്പിനേഷൻ എടുത്തേക്കുള്ള 0 എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ എന്തല്ല എന്ന് പറയണത്, എല്ലാ ആൽഫ ഐസും 0 അല്ല, ഏതെങ്കിലും ആൾക്കാർ നോൺ 0 ആയിട്ട് വരുന്നുള്ളതാണ് പറയണത്. Not all of which are 0f such that α1, u1, extra alpha n, alpha un = 0. No linearly independent subset of vector space V can contain 0v. അതെന്തുകൊണ്ടാണ്, 0 എന്ന് പറയുന്നത് ഒരിക്കലും എന്തുണ്ടാവില്ല, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൽ വരില്ല. കാരണം എന്താ, സ്പാനിങ് എടുക്കുമ്പോൾ 0ൻ്റെ ഒപ്പം എന്താവണമെന്നില്ല. Let S be a subset of V such that 0v belongs to S ആണെന്ന് എടുത്തു. u1, u2, extra un element of S ആണ്, അതിലേതൊരു ui എന്ന് പറയുന്നത് 0v ആണെന്ന് വിചാരിച്ചു. By choosing scalars α1, α2, alpha in element of F in such a way that എന്താ 0 പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് 0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ ഐ എന്താവണമെന്നില്ല, 0 എടുക്കണം നിർബന്ധം നമുക്കില്ല അല്ലേ. നമ്മൾ സമ്മ എടുക്കുമ്പോൾ ബാക്കിയുള്ള ആൽഫ ഐകളെല്ലാം എന്തെടുക്കുക, 0 ആയിട്ട് എടുക്കുക. എന്നിട്ട് 0നെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആൽഫ ഐനെ മാത്രം എന്തെടുക്കുക, നോൺ 0 ആയിട്ട് എടുക്കുക. ഓക്കെ, സോ എന്ത് കിട്ടും, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഡെഫിനിഷന് പ്രശ്നം വരും. സോ 0 ഒരിക്കലും എന്താവില്ല, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെറ്റിനകത്ത് പെടില്ല. ഓക്കെ, ലെറ്റ് വി ബി ഇൻ വെക്ടർ സ്പേസ് ഓവർ എ ഫീൽഡ് എഫ്. ഇനി ഒരു കാര്യം കൂടി വേണമെങ്കിൽ പറയാം, ലീനിയർലി ഡിപ്പെൻഡൻറ്റിൻ്റെ എക്സാമ്പിളൊന്നും കണ്ടില്ല, അപ്പോൾ പറഞ്ഞില്ല ഇവിടെ, ഇനി വരുമായിരിക്കും. എങ്കിലും ഒരു എക്സാമ്പിൾ എളുപ്പത്തിൽ പറയാം, നോക്കുക. നമ്മുടെ 1, 0
1,0, 2,0 സെറ്റ് എടുക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ സെറ്റ് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഈ 1,0 ഇൻറ്റു സം -2 പ്ലസ് 1 ഇൻറ്റു 2,0 ഈക്വൽ ടു എന്ത് വരും? 0,0 വരും അല്ലേ? ദാറ്റ് മീൻസ് എന്താ, ഇവിടുത്തെ രണ്ട് സ്കാലേഴ്സ് എന്തല്ല 0 അല്ലാതെ തന്നെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ ഈക്വൽ ടു 0 വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്? ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, വേറെ വിധത്തിൽ ആലോചിച്ചാൽ നോക്കാം. ഈ ആൽഫ 1 = 0 അല്ലെങ്കിൽ 2 = 0 ആൽഫ 1 = 0 എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു 2 = 0 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ഈ വന്നിരിക്കുന്ന ഒരാളിനെ ഈ ആളുടെ എക്സ്പ്രഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് 1,0 2,0 ആയിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. സിമിലർലി 2,0 1,0 ആയിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ? അപ്പം അതാണ് ഈ ഡിപ്പെൻഡൻസിൻ്റെ ആ പേരിൻ്റെ ആ ഐഡിയ. ഓക്കെ, let V be a vector space over a field F. If S is a subset of V that contains at least two elements, then the following statements are equivalent. S is linearly dependent. Vector space ആണ്, S is subset of V ആണ്, contains at least two elements, then the following elements are equivalent. ഓക്കെ, ഒന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ലീനിയർ ഡിപ്പെൻഡ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ എലമെൻറ്റ് ഓഫ് എസ് ക്യാൻ ബി എക്സ്പ്രസ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദി അതർ എലമെൻറ്റ്സ് ഓഫ് എസ്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. നോക്കുക, ലെറ്റ് വി ബി വെക്ടർ സ്പേസ് ഓവർ എ ഫീൽഡ് എഫ് എടുത്തു. എസ് ഒരു സബ്സെറ്റ് ഓഫ് വി ആണ്, ദാറ്റ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 2 എലമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. നമുക്ക് 1 implies 2 ആണ് കാണിക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് വിചാരിച്ചു. ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ ഈക്വൽ ടു 0 വരും. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി കോഎഫിഷ്യൻസ് എന്തായിരിക്കും? നോൺ 0 ആയിരിക്കും. Then by definition there exists a distinct u1, u2, etc. un element of such that alpha 1, alpha 2, etc. alpha element of f such that not all of which are 0 if belongs to that കോമ്പിനേഷൻ എടുക്കുമ്പോൾ ഏതെങ്കിലും ആൽഫ ഐ 0 അല്ലാണ്ടിരിക്കുക. അപ്പോൾ ഏത് പർട്ടിക്കുലർ ആൽഫ ഐ ആണ് 0 അല്ലാത്തതെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ആൽഫ കെ ആണ് 0 അല്ലാത്തതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ഇക്വേഷനെ ആൽഫ കെയുടെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദറ്റ് മീൻസ് ആൽഫ കെ യു കെ എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെ മൊത്തത്തിൽ എഴുതാൻ പറ്റും അല്ലെ? ആൽഫ കെ യു കെ ഈക്വൽ ടു മൈനസ് ആൽഫ 1 u1 എക്സെട്ര മൈനസ് ആൽഫ കെ യു കെ -1 ഈ മൊത്തത്തിൽ എഴുതി. ഇല്ല, ആൽഫ കെയുടെ ഇൻവേഴ്സ് കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ എന്തായി മാറും? നമുക്ക് എന്ത് കിട്ടും? യു കെ ഈക്വൽ ടു എന്താ? യു കെ ഈക്വൽ ടു മൈനസ് ആൽഫ കെ ഇൻവേഴ്സ് ആൽഫ 1 u1 മൈനസ് എക്സെട്ര എക്സെട്ര എന്നല്ല ഇത് വരും. ദാറ്റ് മീൻസ് എന്താ ഇവിടെ കിട്ടിയത്? ശ്രദ്ധിക്കുക. അപ്പോൾ എന്താ കിട്ടിയെന്നിട്ടുള്ള യു കെ എന്ന് പറഞ്ഞ ടേമിനെ u1 തൊട്ട് യു കെ ഒഴികെയുള്ള ബാക്കി ആൾക്കാർ un വരെയുള്ള ആൾക്കാരുടെ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്തു. ദാറ്റ് മീൻസ് ഇതാണ് ഡിപ്പെൻഡൻസിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഡിപ്പെൻഡൻ്റ് ആകുമ്പോൾ നമുക്ക് അതിനകത്തുള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ ബാക്കി എലമെൻറ്റുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, hence UK element of S can be written as a linear combination of the other elements of S. Similarly നമ്മൾ കാണിക്കാൻ പോകുന്നു. Suppose that one of the vectors of S we can write written as a linear combination of the other vectors u1, u2, etc. un element of S. Then there is a scalars. എന്താ അതിൻ്റെ അർത്ഥം? b ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? ബിനെ ബാക്കി ആൽഫ 1 തൊട്ട് ആൽഫ n വരെകളുടെ സമ്മായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ b ഈക്വൽ ടു സം ആൽഫ 1 u1 പ്ലസ് ആൽഫ 2 u2 പ്ലസ് എക്സ്ട്രാ ആൽഫ n un ആണ്. ദാറ്റ് മീൻസ് എക്സ്പ്രഷൻ എഴുതുമ്പോൾ ഈ വിനെ ഇപ്പോൾ സൈഡിലോട്ട് കൊണ്ടുവന്നാൽ എന്തായി മാറും? ഇത് this is equal to alpha 1 un alpha 2 u2 etc. alpha n un minus b equal to 0. that means എന്താ? നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു എൻട്രിയെങ്കിലും നോൺ സീറോ കോയിഫിഷ്യൻ്റ് വരുന്ന രീതിയിൽ എഴുതിയിട്ട് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റുന്നുണ്ട് അല്ലേ? കാരണം ഉറപ്പായിട്ട് ഈ -1 കോയിഫിഷ്യൻ്റ് എന്താണ്? നോൺ സീറോ ആണ് അല്ലേ? ദാറ്റ് മീൻസ് u1 u2 etc. un comma v is a subset of S is which is a linearly dependent set. ഓക്കെ, സോ രണ്ട് സൈഡും കാണിച്ചു. ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു എലമെൻറ്റിനെ ബാക്കി എലമെൻറ്റിലെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. തിരിച്ച് ഡിപ്പെൻഡൻ്റ് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും എന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി പ്രോബ്ലംസ് ആണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.